അമേരിക്കയിൽ ഇന്ത്യൻ IT കമ്പനികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. H-1B വിസയിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് $1,00,000 അധിക ഫീസ് ഏർപ്പെടുത്തുവാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. അമേരിക്കൻ തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കാൻ എന്ന പേരിലാണ് ഈ ഫീസ് വർധനവ് നടപ്പിലാക്കുന്നത്. ഈ നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുക ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ IT കമ്പനികളെയാണ്. നിലവിൽ H-1B വിസകൾക്കായി കമ്പനികൾ നൽകുന്ന തുകയേക്കാൾ 10 ഇരട്ടിയിലധികം വർധനവാണ് പുതിയ നിർദ്ദേശപ്രകാരം ഉണ്ടാകുക. വിദേശത്തു നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് ചിലവേറിയതാക്കി മാറ്റി കമ്പനികളെ കൊണ്ട് അമേരിക്കൻ പൗരന്മാരെ തന്നെ നിയമിക്കാൻ നിർബന്ധിതരാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഓരോ വിദേശ തൊഴിലാളിയെ നിയമിക്കുമ്പോഴും നൽകേണ്ടി വരുന്ന ഈ ഭീമമായ തുക ഇന്ത്യൻ IT കമ്പനികളുടെ ലാഭക്ഷമതയെ സാരമായി ബാധിക്കും. ഇത് ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതിയെയും IT മേഖലയിലെ തൊഴിലവസരങ്ങളെയും കുറയ്ക്കാൻ കാരണമാകുന്ന തീരുമാനമാണ്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.